സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു തുള്ളി പോലും പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളം തട്ടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്താൽ ശക്തമായ നടപടികളുണ്ടാവും. പറയുന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും പാകിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടുത്തെ കർഷകർ കുടിവെള്ളം ആവശ്യപ്പെട്ട്, കൃഷിക്കാവശ്യമായ ജലം ആവശ്യപ്പെട്ട് ഭരണകൂടത്തിനെതിരെ തിരിയുന്ന സ്ഥിതികൾ സംജാതമായിക്കൊണ്ടേയിരിക്കുന്നു. അസിം മുനീർ ഏതാനും ദിവസം മുമ്പാണ് ഇതിന് സമാനമായ ഒരു വെല്ലുവിളി അമേരിക്കയിൽ പോയി നടത്തിയത്. അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയാൽ ഞങ്ങൾ മിസൈൽ അയക്കും, ആണവായുധം വരെ പ്രയോഗിക്കാം. അങ്ങനെ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ പകുതിയോളം ഭാഗം പൂർണ്ണമായിട്ടും നശിക്കും, ഭീഷണിയാണ്. അതിനുശേഷം ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ മന്ത്രി അടുത്ത ഭീഷണിയുമായിട്ട് വരുന്നു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിലുള്ളവരൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ഭീഷണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനിൽ എന്താണ് ഇത്രത്തോളം ഭീഷണി ഒന്നിനു പിറകെ ഒന്നായി വരാൻ കാരണം? ഇവിടെയാണ് നമ്മൾ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതായത് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം നിലകൊള്ളുന്നു. ആ ട്രംപിന് ഇന്ത്യയെ ഭയപ്പെടുത്താനായിട്ട് ഭീകരവാദികളെ അയക്കാനായിട്ട് ഒരു നീക്കം നടത്തണം. ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ആരാ? ഒരു കാലത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഡീപ് സ്റ്റേറ്റ്. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ കർട്ടന് പിന്നിലേക്ക് മാറിയ ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ വീണ്ടും പതിയെ കളം പിടിച്ചു തുടങ്ങുന്നു. എന്നിട്ട് പറയുന്നു ഇന്ത്യക്കെതിരെ നിങ്ങൾ ഭീഷണി മുഴക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റാത്ത, അതായത് രാഷ്ട്രീയക്കാരനൊന്നുമല്ലാത്ത അസിം മുനീറിനെ 2 തവണ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് അത്താഴ വിരുന്നൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ട്രംപിന് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായ ചില കളികൾ നടത്തണം. ഇവിടെ സിന്ധു നദീജലം നമ്മൾ ഇനി പാകിസ്ഥാന് കൊടുക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ ചെനാബ്, ജലം തുടങ്ങിയ നദികളിലെ വെള്ളം നമ്മൾ ചെയ്യാൻ പോകുന്ന ചില പ്രവർത്തനങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി ചെയ്തു. ഇപ്പോൾ ചെനാബിലെ വെള്ളം നമ്മൾ ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചുകൊണ്ട്, അതായത് സവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി എന്നാണ് അതിൻ്റെ പേര്, അത് നിർമ്മിച്ചുകൊണ്ട് ഒരു പുതിയ നീക്കം നടത്താൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1800 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നിലയമാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ജൂലൈ 30-നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ടെൻഡർ നൽകിയത്. അത് കണ്ടപ്പോൾ തന്നെ പാകിസ്ഥാന് കാര്യം മനസ്സിലായി. ഇനി ഇവർ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് തരില്ല. അങ്ങനെ തന്നില്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചാബ്, അതുപോലെ തന്നെ സിന്ധു മേഖലയിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരും. അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ പാകിസ്ഥാൻ തങ്ങളൊരു ആണവായുധ രാജ്യമാണ്, ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ള പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ഊന്നലിനൊക്കെ ഇപ്പം ബലം നൽകുന്നത് ട്രംപിൻ്റെ പിൻബലമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ട്രംപിൻ്റെ നീക്കവും നമ്മൾ മനസ്സിലാക്കണം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഭീകര സംഘടനയെ വിദേശ ഭീകര സംഘടനയായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. അതായത് നേരത്തെ ഇവരെ ഇത്തരത്തിലല്ലായിരുന്നു പറഞ്ഞിരുന്നത്, ഇവർ ഭീകര സംഘടനയൊക്കെയാണ്, പക്ഷേ ഞങ്ങൾ ഇവരെ പെട്ടെന്നേറി ഉപദ്രവിക്കില്ല, അവരൊരു ഗ്ലോബൽ ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിലപാടെടുത്ത അമേരിക്ക പെട്ടെന്ന് കളം മാറ്റി ചവിട്ടി. കാരണം ഈ BL ആയുധവും പണവും ഒക്കെ നൽകുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ നമ്മുടെ റോയാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്ന ഇന്ത്യക്കെതിരെ നടപടിയെടുക്കണം. ഇതാണ് ആവശ്യം. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അതായത് ആ ജലം പാകിസ്ഥാന് കൂടി നൽകാൻ ഇന്ത്യ തയ്യാറാകണം. ഇന്ത്യ ആ വിധിയെ പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്കത്തരം അന്താരാഷ്ട്ര കോടതിയുടെ വിധിയൊന്നും ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ജലം എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഭരണകൂടം തീരുമാനിക്കും. ഇതാണ് ട്രംപിൻ്റെ സമ്മർദ്ദത്താൽ അന്താരാഷ്ട്ര കോടതി എടുത്ത നിലപാട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബാഹ്യമായ വലിയ സമ്മർദ്ദം ചെലുത്താനായിട്ട് ഡീപ് സ്റ്റേറ്റ് ഉയർത്തുകയാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമായിട്ട് ചില പ്രശ്നമുണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും കോൺഗ്രസിലെ മറ്റ് നേതാക്കളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വോട്ടേഴ്സ് ഐഡിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണ്, ഇപ്പോഴത്തെ ഭരണകൂടം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേറിയതാണ് എന്നൊക്കെ വരുത്തി തീർക്കാനൊരു ശ്രമം. ഇത്തരത്തിൽ തുടർച്ചയായി സോഷ്യൽ മീഡിയ ക്യാമ്പയിനും വരുന്നു. ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുക, യുവാക്കളെ അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ തെരുവിലേക്ക് ഇറക്കിയിട്ട് ഒരു കലാപ സമാനമായ സാഹചര്യം ഉണ്ടാക്കുക. ഇതാണ് ബംഗ്ലാദേശിൽ ഡീപ് സ്റ്റേറ്റ് ചെയ്ത് വിജയിച്ച തന്ത്രം.
അങ്ങനെയാണ് ഷേഖ് ഹസീന സർക്കാരിന് ബംഗ്ലാദേശിലെ ഭരണം നഷ്ടപ്പെടുന്നത്. പകരം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു പാവയെ കൊണ്ട് അഡ്വൈസറായിട്ട് വെക്കുന്നു. അതായത് അവിടുത്തെ ജനങ്ങളെ, യുവാക്കളെയൊക്കെ തെരുവിലേക്ക് ഇറക്കി ഒരു വലിയ കലാപം സൃഷ്ടിക്കുന്നു. ബംഗ്ലാദേശിലെ പട്ടാളത്തിനെതിരെ തിരിയുന്നു, അവിടുത്തെ ജയിലുകൾ ആക്രമിക്കുന്നു. സമാനമായി ഇന്ത്യയിലും സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കണം. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇന്ത്യ കണ്ടറിഞ്ഞു. അതുകൊണ്ട് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വിദേശത്തു നിന്നുള്ള ഭീഷണിയുടെ കാര്യം പറഞ്ഞല്ലോ, അവിടേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധ പതിയുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലും പുടിൻ റഷ്യൻ പ്രസിഡന്റ് എന്ന നിലയിലും ഒരു മീറ്റിംഗ് നടത്താനായിട്ട് പോകുന്നു. അലാസ്കയിൽ വെച്ച് 15-ാം തീയതി മീറ്റിംഗ് നടത്തുന്നു. ഈ മീറ്റിങ്ങിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ട്രംപിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ റഷ്യയെ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ എന്നാണ് ശ്രമം. അതായത് ആദ്യവട്ട ചർച്ച കൊണ്ട് ഒരു സംഭവം ഉണ്ടാകില്ല എങ്കിലും രണ്ടാമതൊരു ചർച്ചയ്ക്ക് കളമൊരുക്കാൻ കഴിയുമോ? ഇതാണ് ട്രംപിൻ്റെ നീക്കം. അങ്ങനെ ഒരുക്കിയാൽ ഇന്ത്യക്ക് ആയുധങ്ങൾ അതുപോലെ എണ്ണയൊക്കെ നൽകുന്നതിൽ നിന്ന് റഷ്യയെ പിന്മാറ്റണം. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ ശത്രുവായി മാറിയിരിക്കുന്നത് ഇന്ത്യയാണ്. കാരണം റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യ നാറ്റോ രാജ്യങ്ങളായ UK-യുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിലും ഏർപ്പെട്ടു. ഇപ്പുറത്ത് ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് പുതിയ കരാറിൽ ഏർപ്പെടുന്നു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയാണോ വലിയ ഭീഷണി എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തെ ഭീഷണിയാണ് എമേർജിംഗ് പവറായിട്ട് വളർന്നു വരുന്ന ഇന്ത്യ. ഇനി ഇപ്പുറത്തേക്ക് നോക്കണം. നോർത്ത് കൊറിയ എന്ന് പറയുന്ന അമേരിക്കയുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ രാജ്യം. അവിടുത്തെ കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറയുന്നു, നിങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കേട്ടോ, നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കുറച്ച് പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് അയക്കാം. അതുപോലെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തകർന്ന സ്ഥലങ്ങളിൽ റീബിൽഡ് ചെയ്യാൻ ആവശ്യമായ തൊഴിലാളികളെ, ഏതാണ്ട് 10,000-ഓളം തൊഴിലാളികളെ ഉത്തര കൊറിയയിൽ നിന്ന് അയച്ചു തരാമെന്ന്. ചുരുക്കം പറഞ്ഞാൽ എക്കാലവും അമേരിക്ക പേടിക്കുന്ന നോർത്ത് കൊറിയ റഷ്യയ്ക്ക് പരസ്യ സഹായവുമായിട്ട് രംഗത്ത് വരുന്നു. അതായത് ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് പോലും ചിന്തിക്കാത്ത കിം ജോങ് ഉൻ കുറേ ആണവായുധങ്ങളുമൊക്കെ കൈപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. എന്താണ് ഈ കിം ജോങ് ഉൻ ചെയ്യുന്നതെന്ന് ട്രംപിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോഴേക്കും അവിടെ ആക്ട് ചെയ്ത് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ട്രംപ് പല പണികളിലേക്ക് നീങ്ങുന്നത്. ഇന്ത്യക്കെതിരെ ഒരു പണി, റഷ്യ അനുനയിപ്പിക്കാൻ ഒരു നീക്കം, ഒപ്പം പാകിസ്ഥാന് സഹായം ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ ഒരു പാവയായിട്ട് ട്രംപ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ട്രംപ് ഈ പറയുന്ന തീരുവയൊക്കെ ചുമത്തിയതോടുകൂടി ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് ആ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. കാരണം നാറ്റോ രാജ്യങ്ങൾ പോലും അമേരിക്ക ഏതാണ്ട് കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തി. ചുരുക്കം പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയെ കടത്തിവെട്ടി ധാതു സമ്പത്തുകൾ സ്വന്തമാക്കാനാണ് അമേരിക്ക നീക്കം നടത്തിയത്. കാരണം ബലൂജ് മേഖലയിൽ റെയർ എർത്തുകളുടെ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞാണ് ഗ്വാദറിൽ തുറമുഖം നിർമ്മിക്കുകയും എയർപോർട്ട് നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ചൈന അവിടെ കടന്നു കയറിയത്. പക്ഷേ പാകിസ്ഥാനിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ടത് അമേരിക്കയുടെ കൂടെ ആവശ്യമാണ്. നിലവിൽ ഇറാനുമായിട്ട് പാകിസ്ഥാൻ ഏതാണ്ട് 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ മേഖലയിൽ ഇറാന് നാളെ ഒരു പണി കൊടുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെ സ്വാധീനം ഉറപ്പിക്കണം. മാത്രമല്ല വരുന്ന നൂറ്റാണ്ടിൽ, വരുന്ന കാലങ്ങളിലൊക്കെ തന്നെ ധാതു സമ്പത്തുകളുടെ വലിയ ശേഖരം വേണം. ഇതിൻ്റെ 90% ആധിപത്യം ചൈനയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഈ ബലൂജ് മേഖലയിലേക്ക് കടന്നു കയറാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നത്. അതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ ബലൂജികളെ സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാനോ അല്ലെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന രാജ്യമായിട്ട് വ്യാഖ്യാനിക്കാനോ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ഭരണാധികാരികളെ കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇന്ത്യക്കുള്ളിൽ വോട്ടേഴ്സ് ഐഡിയുടെ പേരും പറഞ്ഞിട്ട് ആഭ്യന്തരമായ കലാപത്തിന് കളമൊരുക്കുന്നു. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് ഒരുപാട് വഴികളിലൂടെ ഇന്ത്യയെ പൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. ഇതിന് തക്ക മറുപടി ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒരുമിച്ച് നിന്ന് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുടിനും ട്രംപും തമ്മിലുള്ള മീറ്റിംഗ് നടക്കാനിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അത് സംഭവിക്കും. പക്ഷേ ഒരു കാരണവശാലും ട്രംപ് വിചാരിക്കുന്നത് പോലെ പുടിൻ തീരുമാനമെടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഈ മീറ്റിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നടന്ന ആക്രമണത്തിൽ ഉക്രൈൻ്റെ ഏതാണ്ട് 10 കിലോമീറ്ററോളം പ്രദേശം റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും റഷ്യൻ സൈന്യം മുന്നേറുകയാണ്. അപ്പോൾ സെലൻസ്കി ആകെ ആശങ്കയിലാണ്. ഈ ട്രംപ് ആകെയുള്ള സമാധാനം കൂടെ കെടുത്തു. അതായത് മൊത്തം പ്രശ്നത്തെയും കുളവാക്കാനാണോ ട്രംപിൻ്റെ നീക്കമെന്നും സെലൻസ്കി സംശയിക്കുന്നുണ്ട്. എന്തായാലും ഡീപ്പ് സ്റ്റേറ്റ് കളത്തിലേക്ക് പതുക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയും അതിന് ചെക്ക് വെച്ച് മുന്നോട്ട് നീങ്ങുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.